നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ കളിക്കാൻ ഇറങ്ങുക എന്നത് തന്നെ ഒരു ആദരവാണ്. അത് തന്നെ ഒരു ആദരിക്കപ്പെടലാണ്. പറയുന്നത് ഉനായി സിമോണാണ്, സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ. പോർച്ചുഗലും സ്പെയിനും തമ്മിൽ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. നാളെയാണ് ആ കളി. നാളെ രാത്രി 12:30, അതായത് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ജർമ്മനിയിൽ അലിയൻസ് അരീനയിലാണ്, മ്യൂണിക്കിലാണ് കളി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഉനായി സിമോൺ പറയുന്നു, വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അദ്ദേഹം ഹയസ്റ്റ് ലെവലിൽ ഇങ്ങനെ കളിക്കുന്നില്ലേ. ക്രിസ്ത്യാനോ ഹാർഡ് വർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. എങ്ങനെ സ്വന്തം ബോഡിയും മറ്റുമൊക്കെ ടേക്ക് കെയർ ചെയ്യാമെന്നതിൻ്റെ എക്സാമ്പിളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും അദ്ദേഹം ഫുട്ബോളിന് വേണ്ടി ഒരുപാട് സമയം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും 40 വയസ്സിൽ ഇങ്ങനെ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നെക്കൊണ്ട് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ കളിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രിവിലേജാണ്, ഒരു ആദരമാണ്, ഒരു ഓണറാണ്. അദ്ദേഹത്തിന് നേരെ കളിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹം ഇപ്പോഴും ഗോളടി തുടരുന്നത്. 1000 ഗോളുകളിലേക്ക് ഒഫീഷ്യൽ മത്സരങ്ങൾ അദ്ദേഹം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞായറാഴ്ച ഞങ്ങൾക്കെതിരെ അദ്ദേഹം ഗോളടിക്കില്ല എന്ന്. അത് അദ്ദേഹം തമാശയായിട്ട് പറയുകയാണ്, കാരണം ക്രിസ്ത്യാനോ ഗോളടിച്ചാൽ പണി കിട്ടുമല്ലോ. സോ ഞായറാഴ്ച അദ്ദേഹം ഞങ്ങൾക്കെതിരെ ഗോളടിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ഗ്രേറ്റ് ഗെയിം അദ്ദേഹത്തിനെതിരെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ബഹുമാനത്തോടു കൂടി ഇതാ ഉനായി സിമോൺ പറയുന്നു. ഏതായാലും കളിക്കളത്തിൽ ഒരു നല്ല പോരാട്ടം ഉനായി സിമോണും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. CR7 ഗോളടി ബൂട്ടിൽ തന്നെയാണ് പോർച്ചുഗലിന്റെ പ്രതീക്ഷകൾ. അത്രയും വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.